എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. അവനെ ഞങ്ങൾക്ക് നന്നായി അറിയാം. പല മാതാപിതാക്കൾക്കും പൊതുവെ മക്കളോടുള്ള കാഴ്ചപ്പാടാണിത്. അച്ഛനമ്മമാരുടെ ഈ വിശ്വാസത്തെ മുതലെടുക്കുന്ന കുട്ടികളെ പല വീടുകളിലും കാണാം. മകൻ ലഹരി ഉപയോഗിക്കാറുണ്ടെന്നോ അവരുടെ പോക്ക് അത്ര നല്ല രീതിയിലല്ലെന്നോ ആരെങ്കിലും പറഞ്ഞാൽ ചില രക്ഷിതാക്കൾ അത് വിശ്വസിക്കില്ല. എന്നാൽ കാലം മാറി കേട്ടോ. കൗമാരപ്രായത്തിലേക്ക് കടക്കുമ്പോൾ മക്കളിലുള്ള നിയന്ത്രണം നിങ്ങൾക്ക് നഷ്ടമാകാം. പിന്നെ കൂട്ടുകാരാണ് കുട്ടികളുടെ ലോകം. വീടിനും സ്കൂളിനും പുറത്ത് അവരെ വലയിലാക്കാൻ പല സംഘങ്ങളുമുണ്ട്. ലഹരി മാഫിയ മയക്കുമരുന്നിൻ്റെ ഏജൻ്റാക്കിയ ആലപ്പുഴയിലെ വിദ്യാർത്ഥിയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതോടൊപ്പം പ്രണയക്കണിയുടെ ഇരകളാകുന്ന പെൺകുട്ടികളുടെ ജീവിതവും വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പറക്കമുറ്റാത്ത പ്രായത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ട കുട്ടി, പിന്നെ അമ്മയായിരുന്നു അവൻ്റെ ലോകം. എന്നാൽ കൗമാരപ്രായം എത്തിയപ്പോൾ സ്കൂളിലെ കൂട്ടുകെട്ടുകൾ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇത് പ്രായത്തിൻ്റെ പ്രശ്നമെന്നാണ് ആദ്യം കരുതിയത്. പക്ഷെ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും അവൻ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അമ്മയെ ഉപദ്രവിക്കുന്നത് പതിവായി. അതോടെ +2 വിദ്യാർത്ഥിയായ മകനെ നിരീക്ഷിച്ചപ്പോഴാണ് അമ്മ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. താൻ പൊന്നുപോലെ പോറ്റി വളർത്തിയ മകൻ മയക്കുമരുന്നിന് അടിമയാണ് എന്നു മാത്രമല്ല, ലഹരിയുടെ ഏജൻറ്റും. ആദ്യം ചങ്കു തകർന്നെങ്കിലും പിന്നീട് അമ്മ ഇക്കാര്യം പോലീസിനെ അറിയിച്ചു. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ അവനെല്ലാം തുറന്നു പറഞ്ഞു. ഹൈസ്കൂൾ മുതലുള്ള ലഹരി ഉപയോഗം, കൂട്ടുകാർക്ക് വിൽപ്പന നടത്തുന്ന കാര്യം. ആലപ്പുഴ സ്വദേശികളായ ആ അമ്മയും മകനും ന്യൂസ് 18നോട് പറഞ്ഞ കാര്യങ്ങൾ ഈ നാട്ടിലെ മാതാപിതാക്കൾ കാതു തുറന്ന് കേൾക്കണം. കുട്ടിയെ സൗഹൃദം നടിച്ച് ലഹരി വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച അയൽവാസിയെക്കുറിച്ചും മയക്കുമരുന്നിൻ്റെ കെണിയിൽ കുരുങ്ങിയ മറ്റു വിദ്യാർത്ഥികളെക്കുറിച്ചും പോലീസ് അന്വേഷണം തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് ഇത് കൊടുത്താൽ, സുഹൃത്തുക്കൾക്ക് ഇത് വിറ്റാൽ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇത് വിറ്റാൽ എന്ത് നേട്ടമാണ് തനിക്കുണ്ടാകുന്നത് നേട്ടമാണ്? പുള്ളിക്ക് അദ്ദേഹത്തിനാണ് പൈസ കൊടുക്കുന്നത്. പകരം ഇയാൾക്കുള്ള നേട്ടം എന്താണ്? ഉപയോഗിക്കാൻ തരിക എന്നുള്ളതാണ്. നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന വിവരങ്ങൾ, അതായത് പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂട്ടത്തോടെ നിൽക്കുന്ന രക്ഷകർത്താക്കളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മക്കൾ തന്നെ രക്ഷകർത്താക്കളുടെ മുൻപിൽ വെച്ച് വിവരങ്ങൾ പോലീസിനോട് സ്ഥിരീകരിച്ചതോടെ ബോധരഹിതരായി വീണ രക്ഷകർത്താക്കളെ വരെ കണ്ടു. അത്തരത്തിൽ ഒരമ്മ തന്റെ മകനെ ക്യാരിയറായി ഇവർ ലഹരി മാഫിയ ഉപയോഗിക്കുന്നു, കഞ്ചാവ് വിൽപ്പനയ്ക്കായി ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം നമ്മളോട് സ്ഥിരീകരിക്കാൻ തയ്യാറായി. ഇതിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകൻ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വീട്ടിൽ അലമാരി ഒക്കെ ദേഷ്യം വരുമ്പോൾ തല്ലിക്കൊട്ടിക്കുന്നു, നമ്മളോട് ദേഷ്യപ്പെടുന്നു, വയലൻ്റായിട്ട് നടക്കുന്നു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ ഒരു സ്വഭാവം അല്ലായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ കുട്ടികൾ, അവൻ്റെ കൂട്ടുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അവരൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഏകദേശം ആ ഒരു മോഡലിലുള്ള പിള്ളേരൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ശരിയാകത്തില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. കൗൺസിലിങ്ങിലൂടെ കുട്ടികളെ ഇതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം പോലീസ് പങ്കുവെക്കുമ്പോൾ പോലും ഇതൊരു വലിയ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് എന്നുള്ളതാണ്. കുട്ടിയുടെ വീട്ടിൽ നമ്മൾ ചെന്നപ്പോൾ ആ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ അടിച്ചു തകർത്ത അവസ്ഥയിലാണ്. ആ കുട്ടിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മോചനം നേടണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ലഹരി മാഫിയയുടെ കണ്ണികൾ ഇവരുടെ പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ച രക്ഷകർത്താവിനെ ഉൾപ്പെടെ അപായപ്പെടുത്തുമോ, കുട്ടിയെ ഉൾപ്പെടെ അപായപ്പെടുത്തുമോ എന്നുള്ള നല്ല ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഡീഹണ്ട് എന്ന പ്രോഗ്രാമോടുകൂടി ഒത്തിരിയധികം കേസുകൾ നമ്മുടെ ജില്ലയിൽ ഉടനെ വന്നിട്ടുണ്ട്. അത് കൂടുതലും നമുക്ക് അവിടുന്ന് കൊണ്ടുവരുന്നതെല്ലാം അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന സാധനം. അത് നമ്മൾ ട്രെയിനകത്ത് വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ബസ്സിനകത്തോ അങ്ങനെയൊക്കെയാണ് നമുക്ക് പിടിക്കപ്പെട്ടുള്ളത്. അപ്പം ആ ഒരു സാഹചര്യം ഇപ്പം ഈ ഡീഹണ്ട് വളരെ ഫലപ്രദമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരും പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. പോലീസ് വളരെ വിജിലൻ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം പട്ടണക്കാട് പിടിച്ച ഒരു കേസ് അതനുബന്ധം നമ്മൾ ഒത്തിരി അന്വേഷിച്ചതാണ്.
അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ഇത് ഉപയോഗിക്കുന്നതായിട്ട് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് പോലീസ് അവരെ കൃത്യമായിട്ട് കണ്ടെത്തി കൃത്യമായ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങളും ഇപ്പോൾ കൊടുത്തു വരികയാണ്. നിലവിൽ ഈ കുട്ടികൾക്ക് ലഹരിയുടെ ഉപയോഗം ഇപ്പോൾ ദിനംപ്രതി ലഹരിയുടെ ഉപയോഗം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സ്കൂൾ പരിസരങ്ങളെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഇവർ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായിട്ടുള്ള നമുക്ക് വിവരങ്ങൾ കിട്ടാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് കുട്ടികളെ ദുരുപയോഗം ചെയ്ത് കുട്ടികളെ തന്നെ ക്യാരിയേഴ്സാക്കി സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇവന്മാർ നമ്മൾ പിടിച്ചിരിക്കുന്ന 2 പേര് വിൽപ്പന നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ യാതൊരുവിധ ദാക്ഷിണ്യവും കൂടാതെ തന്നെ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ളതിന് ഒരു സംശയവും ഉണ്ടായിരിക്കില്ല. ഈ കുട്ടികളെ ക്യാരിയേഴ്സായിട്ട് ഉപയോഗിക്കുകയും മറ്റു കുട്ടികളെ കൂടി ഇതിലേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ അവന്മാർക്കെതിരെ കർശനമായ നിയമ നടപടി ഉണ്ടാകും. അതിനൊരു സംശയവുമില്ല. അത് കൂടാതെ തന്നെ കുട്ടികൾ ഈ രീതിയിൽ ക്യാരിയേഴ്സായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവർക്ക് കൗൺസിലിങ്ങും അവരുടെ മാതാപിതാക്കളോട് കൃത്യമായിട്ടൊരു അവയർനെസ് ക്ലാസ്സും കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സും മറ്റും കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഇതുപോലുള്ള മയക്കുമരുന്നിൻ്റെ കൈപ്പിടിയിലേക്ക് വീഴാതിരിക്കാനുള്ള എല്ലാ നടപടികളും ചെയ്യാനുള്ള നടപടികളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകും. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും പോലീസും എല്ലാം ഒരുമിച്ച് ഇടപെട്ടാൽ മാത്രമേ ഈ വിഷയം പരിഹരിക്കാനായി കഴിയുകയുള്ളൂ. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കുട്ടികൾക്ക് പണ്ടൊക്കെ അവരുടെ പ്രണയത്തെക്കുറിച്ച് വീട്ടിൽ തുറന്നു പറയാൻ വല്ലാത്ത പേടിയായിരുന്നല്ലേ? എന്നാൽ ഇപ്പോൾ കാലം മാറി. പ്രണയിക്കാനും ഇക്കാര്യം മാതാപിതാക്കളോട് പറയാനും പിള്ളേർക്ക് യാതൊരു കൂസലുമില്ല. ഇങ്ങനെ കൊല്ലം ആയൂരിലെ അനഘ എന്ന 15-കാരിയുടെ പ്രണയബന്ധം വീട്ടിലറിഞ്ഞപ്പോൾ വലിയ കോലാഹലമായി. വീട്ടിലെ പ്രശ്നം കൂട്ടുകാരനോട് പറഞ്ഞെങ്കിലും അവനും അത്ര ധൈര്യമൊന്നുമില്ല. ഇതിൻ്റെ വിഷമത്തിൽ പെൺകുട്ടി ജീവനൊടുക്കുകയും ചെയ്തു. എൻ്റെ കൂട്ടുകാരനൊരു വാഴയാണെന്ന് വീടിൻ്റെ ഭിത്തിയിൽ എഴുതി വെച്ച ശേഷമാണ് 16-കാരി ആത്മഹത്യ ചെയ്തത്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ആയൂർ സ്വദേശികളായ അനിൽ സിന്ധു ദമ്പതിമാരുടെ മകൾ 16 വയസ്സുള്ള അനഘ അനിലാണ് മരിച്ചത്. ജവഹർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അനഘ. വീടിന് സമീപത്തുള്ള മരത്തിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ട് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് അഴിച്ചിറക്കി ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചടയമംഗലം പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അനഘ ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീടിന്റെ കതകിൽ തന്റെ കൂട്ടുകാരൻ ഒരു വാഴയാണെന്നും ഒരു മൊബൈൽ നമ്പറും എഴുതി വെച്ചിരുന്നു. പോലീസ് മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി. അനഘ ഒരാൺകുട്ടിയുമായി അടുപ്പത്തിലായിരുന്നുവെന്നും വീട്ടുകാർ എതിർത്തതിലുള്ള മനോവിഷമമാണ് ആത്മഹത്യക്ക് കാരണമെന്നുമാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ന്യൂസ് 18 കൊട്ടാരക്കര. അമിതമായ ലഹരി ഉപയോഗം വീടുകളിൽ മാത്രമല്ല സമൂഹത്തിലും ഉണ്ടാക്കുന്ന വിപത്ത് ചെറുതല്ല. മയക്കുമരുന്നിന് അടിമകളായ യുവാക്കൾക്ക് സ്വന്തം അമ്മയെയും പെങ്ങളെയും പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. കൊല്ലത്ത് 65-കാരിയെ ബലാത്സംഗം ചെയ്തത് ലഹരിക്കടിമയായ യുവാവാണ്. വാക്കനാട് സ്വദേശിനിയായ വീട്ടമ്മ ആശുപത്രിയിൽ പോയി വീട്ടിലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു ലൈംഗിക അതിക്രമം. വീട്ടമ്മയെ പിന്തുടർന്നെത്തിയ പ്രതി സമീപത്തെ പറമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ യുവാവിനെ നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പിടികൂടിയത്. കുന്നത്തൂർ സ്വദേശിയായ അനൂജാണ് അറസ്റ്റിലായത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: 65-കാരി വാക്കനാട് ആശുപത്രിയിൽ പോയ ശേഷം വീട്ടിലേക്ക് നടന്നു പോകും വഴിയാണ് സംഭവം. വിജനമായ വഴിയിൽ നിന്ന കുന്നത്തൂർ സ്വദേശിയായ അനൂജ് ഇവരെ പിന്തുടർന്നു. കാഞ്ഞിരത്തിങ്കൽ വള്ളക്കടവെത്തിയപ്പോൾ കടന്നുപിടിച്ച പ്രതി മൃഗീയമായി ഉപദ്രവിക്കുകയും ഒടുവിൽ ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു.
ആക്രമണശേഷം പ്രതി ഓടി രക്ഷപ്പെട്ടു. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മൊഴിയിൽ പറയുന്നു. അവശയായ വൃദ്ധ മകളെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. പ്രതിയെ പ്രദേശവാസികളാരും മുമ്പ് കണ്ടിട്ടില്ലെന്നത് പോലീസിന് വെല്ലുവിളിയായിരുന്നു. അവര് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്കായിരുന്നു സ്ത്രീയെ ഇങ്ങനെ ആക്രമിച്ചത്. 60 വയസ്സുണ്ട് സ്ത്രീ. അപ്പൊ അവര് വന്നതിന് ശേഷം ഇവനെ ലഹരി എന്തോ ഉപയോഗിച്ചിട്ടുണ്ട്. 24 വയസ്സാണ്. അനൂജ് എന്നാണ് പേര്. നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ മാഡത്തിന്റെ നമ്മുടെ ACP അദ്ദേഹത്തിന്റെ എല്ലാവരുടെ ഒരു ഡയറക്ഷനിലോടുകൂടി ഒരു ടീമായിട്ട് പോലീസ് പോയി ആണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി പ്രദേശം വിട്ടിട്ടില്ലെന്ന് പോലീസിന് ബോധ്യമായി. ഒടുവിൽ പഞ്ചായത്ത് മുക്കിന് സമീപമുള്ള ശ്മശാനത്തിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന പ്രതിയെ കയ്യോടെ പിടികൂടുകയായിരുന്നു. പിടിയിലായ അനൂജ് ലഹരിക്കടിമയാണെന്ന് പോലീസ് പറയുന്നു. ലഹരി ഉപയോഗത്തിനു വേണ്ടിയാണ് ഇയാൾ ഇവിടെ എത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ഒരാളെ ഞാൻ തീർത്തിട്ടുണ്ട്, വേണമെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചോ. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ മാതാപിതാക്കളെ വെട്ടിക്കൊന്ന പ്രതി ബാബു അയൽവീട്ടിലെത്തി പറഞ്ഞതാണിത്. ആലപ്പുഴ മന്നത്ത് സ്വദേശി തങ്കരാജ്, ഭാര്യ ആഗ്നസ് എന്നിവരെയാണ് മകൻ ബാബു കൊലപ്പെടുത്തിയത്. ആക്രമണ വിവരം അയൽക്കാരെ അറിയിച്ച ശേഷം രക്ഷപ്പെട്ട ബാബുവിനെ സമീപത്തെ ബാറിൽ നിന്നാണ് ആലപ്പുഴ നോർത്ത് പോലീസ് പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രതി ലഹരിക്ക് അടിമയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വൃദ്ധദമ്പതിമാരുടെ കൊലപാതകത്തിൽ നടുങ്ങി നിൽക്കുകയാണ് ആലപ്പുഴ നഗരം. കൊല്ലപ്പെട്ട തങ്കരാജിന്റെ കുടുംബം 30 വർഷമായി മന്നത്ത് വാർഡിലാണ് താമസം. തങ്കരാജിന്റെയും ആഗ്നസിന്റെയും മൂത്ത മകനാണ് ബാബു. കൊമ്മാടി പോപ്പി പാലത്തിന് കിഴക്കുവശത്തുള്ള വീട്ടിൽ വ്യാഴാഴ്ച രാത്രി 9ഓടെയായിരുന്നു ഇരട്ട കൊലപാതകം. ഇരുവരെയും കുത്തിയ ശേഷം ബാബു സഹോദരി മഞ്ജുവിനെ വിളിച്ച് വിവരമറിയിച്ചു. പിന്നീട് തൊട്ടടുത്ത വീട്ടിലെത്തി മാതാപിതാക്കളെ കുത്തിക്കൊന്നെന്ന് വിളിച്ചു പറയുകയും ചെയ്തു. അയൽക്കാർ വന്നു നോക്കുമ്പോൾ ആഗ്നസിന് ജീവനുണ്ടായിരുന്നു. ഉടനെ പോലീസിൽ അറിയിച്ചു. പോലീസെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആഗ്നസിനെയും രക്ഷിക്കാനായില്ല. ഇറച്ചിക്കടയിലെ തൊഴിലാളിയായിരുന്ന ബാബു കുറച്ചുകാലമായി വാഴക്കുലക്കടയിൽ ജോലി നോക്കുകയാണ്. ഇയാൾ മദ്യപിച്ചെത്തി വീട്ടുകാരുമായി വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. ബാബുവും മാതാപിതാക്കളും മാത്രമായിരുന്നു ഇവിടെ താമസം. വ്യാഴാഴ്ച രാവിലെ മഞ്ജുവിന്റെ വീട്ടിലെത്തി ബാബു പണം ചോദിച്ചെങ്കിലും കൊടുത്തില്ല. രാത്രിയോടെ ബാബു വീട്ടിലേക്ക് പോകുന്നത് അയൽവാസികൾ കണ്ടിരുന്നു. തുടർന്ന് വീട്ടിൽ നിന്ന് ബഹളവും കരച്ചിലും കേട്ടെങ്കിലും പതിവ് സംഭവമാണെന്ന് കരുതി ഇവർ കാര്യമാക്കിയില്ല. ഇതിന് പിന്നാലെയാണ് ബാബു എത്തി ഒരാളെ താൻ തീർത്തിട്ടുണ്ട്, അടുത്തയാളെ വേണമെങ്കിൽ ആശുപത്രിയിൽ എത്തിച്ചോ എന്ന് പറഞ്ഞിട്ട് പോയത്. വിവരം പറയുമ്പോഴും ബാബുവിന്റെ മുഖത്ത് കുറ്റബോധത്തിന്റെ തരി പോലുമില്ലായിരുന്നെന്ന് അയൽക്കാർ പോലീസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വഴക്കുണ്ടാക്കിയതിന് മാതാവിന്റെ പരാതിയെ തുടർന്ന് ആലപ്പുഴ നോർത്ത് പോലീസ് ബാബുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് വീട്ടുകാരെത്തിയതിനെ തുടർന്ന് മുന്നറിയിപ്പ് നൽകി വിട്ടയച്ചു. കൊലയ്ക്ക് ശേഷം സമീപത്തെ ബാറിൽ മദ്യപിക്കാൻ പോയ ബാബുവിനെ അവിടെ നിന്നാണ് പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആലപ്പുഴ. കോതമംഗലത്ത് 23കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കൾക്ക് ഒളിവിൽ പോകാൻ സൗകര്യമൊരുക്കിയത് ആരാണ്? യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലും ഫോണിലെ ചാറ്റിലും അവരെക്കുറിച്ച് തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായില്ല. പിന്നീട് ഒളിവിൽ പോയെന്ന് വ്യക്തമായ ശേഷമാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് പ്രതി ചേർത്ത ഇവരെ തേടി പോലീസിന്റെ ഇപ്പോഴത്തെ പരക്കം പാച്ചിൽ. പ്രതി റമീസിന്റെ സുഹൃത്ത് സഹദിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാണ്. അതേസമയം നിർബന്ധിത മതപരിവർത്തനം എന്ന പേരിൽ കേസെടുക്കാവുന്ന സാഹചര്യം ഇപ്പോഴില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. യുവതിയുടെ ആത്മഹത്യയിൽ അറസ്റ്റിലായ ആലുവ പാനായിക്കുളം സ്വദേശി റമീസിന്റെ മാതാപിതാക്കൾ തിങ്കളാഴ്ച വരെയും സ്വന്തം വീട്ടിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. തിങ്കളാഴ്ചയാണ് ഇവർ ഒളിവിൽ പോയതെന്നും അതുവരെയും പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ലെന്നും ആക്ഷേപമുണ്ട്.
റമീസ് അറസ്റ്റിലായതിനു പിന്നാലെ അന്വേഷണം മാതാപിതാക്കളിലേക്ക് എത്തുമെന്ന് വ്യക്തമായതോടെ അവർ വീട് പൂട്ടി പോവുകയായിരുന്നു. ആത്മഹത്യാ പ്രേരണയ്ക്ക് പ്രതി ചേർത്തിട്ടുള്ള ഇവരെ തിരക്കി പരക്കം പായുകയാണ് പോലീസ് ഇപ്പോൾ. ഇവർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും സൂചനയൊന്നും ലഭിച്ചില്ല. അതിനിടെ പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. റമീസിന്റെ മാതാപിതാക്കളായ പാനായിക്കുളം സ്വദേശി റഹീം, ഭാര്യ ഷെറിൻ എന്നിവരെയും സുഹൃത്ത് പറവൂർ സ്വദേശി സഹദിനെയും കേസിൽ പ്രതി ചേർത്തിരുന്നു. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതിയായ റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണ, ശാരീരിക ഉപദ്രവം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. റമീസ് യുവതിയെ മർദ്ദിച്ചതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടിയിരുന്നു. ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റിൽ നിന്നാണ് തെളിവുകൾ ലഭിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് യുവതിയെ വീട്ടിൽ തൂങ്ങിയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈകിട്ട് 5:40 കോതമംഗലം പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. അസ്വാഭാവിക മരണമെന്നാണ് FIRൽ രേഖപ്പെടുത്തിയിരുന്നത്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് അന്നു തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. റമീസ് ആരാണെന്നതും മരണത്തിൽ റമീസിനുള്ള പങ്കും വിവരിക്കുന്ന കത്തിൽ അയാളുടെ മാതാപിതാക്കളെ കുറിച്ചും പറയുന്നുണ്ട്. മരണത്തിൽ റമീസിന്റെയും മാതാപിതാക്കളുടെയും പങ്കു വ്യക്തമായിട്ടും പോലീസ് മുൻകരുതൽ സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം ശക്തമാണ്. റമീസ് പിടിയിലായി പിറ്റേന്ന് വീടും സ്ഥാപനങ്ങളും പൂട്ടി മാതാപിതാക്കളായ റഹീമും ഷെറിനും സ്ഥലം വിട്ടിരുന്നു. റമീസിന് മേൽ ചുമത്തിയ കുറ്റത്തിന് പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നിർബന്ധിത മതപരിവർത്തനം എന്ന പേരിൽ കേസെടുക്കാവുന്ന സാഹചര്യം ഇപ്പോഴില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. ന്യൂസ് 18 കൊച്ചി. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് മലപ്പുറം പാണ്ടിക്കാട് നിന്ന് പ്രവാസി യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് ഒരു കൊട്ടേഷൻ ഇടപാടായിരുന്നു. ഗൾഫിൽ വ്യവസായിയായ ഷമീറിനെ കാറിൽ കടത്തിക്കൊണ്ടുപോയ സംഘത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായത് സാമ്പത്തിക ഇടപാടും 3 വർഷം മുൻപുള്ള പ്രതികാരവുമാണ്. തന്നെ തട്ടിക്കൊണ്ടുപോയത് ഗൾഫിൽ നിന്ന് കോടതി വിധിയെ തുടർന്ന് നഷ്ടപരിഹാരം നൽകേണ്ടവരെന്നാണ് ഷമീർ ന്യൂസ് 18നോട് പറഞ്ഞത്. കോടതി വിധിയെ തുടർന്ന് 2 കോടിയോളം രൂപ ഷമീറിന് ലഭിക്കാനുണ്ട്. ഇത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് സൂചന. ഗൾഫിൽ നിരവധി ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങളുടെ ഉടമയാണ് ഷമീർ. ഇദ്ദേഹവുമായി തെറ്റിപ്പിരിഞ്ഞ ഓഹരി ഉടമകൾക്കെതിരെ കോടതി വിധിയുണ്ട്. 2 കോടിയോളം ഇന്ത്യൻ രൂപയാണ് ഇവർ ഷമീറിന് നൽകേണ്ടത്. ഈ പണം ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. 3 വർഷം മുൻപ് തന്റെ കമ്പനിയിൽ നിന്നും പിരിച്ചുവിട്ട ഹംഷീറിന് ഷമീറിനോട് വിരോധമുണ്ട്. ഇടയ്ക്കിടെ ഭീഷണി സന്ദേശങ്ങളും അയക്കാറുണ്ട്. ഇയാളും കൂടി ചേർന്നായിരുന്നു പദ്ധതികൾ ആസൂത്രണം ചെയ്തതെന്നും ഹംഷീറാണ് കൃത്യത്തിന് നേതൃത്വം നൽകിയതെന്നും ഷമീർ പറഞ്ഞു. ഹംഷീറിന് അവിടെ നമ്മളൊരു 2022 അവിടുന്ന് കുറച്ചൊരു മിസ്ബിഹേവിയറിൻ്റെ ജസ്റ്റ് പുറത്ത് ടെർമിനേറ്റ് ചെയ്ത സ്റ്റാഫാണ്. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റ് മെയിലിൽ ഇപ്പോൾ കാണിച്ചിരുന്നത്. സംബന്ധിച്ച് അതിൻ്റെ ആ റീസണും കാര്യങ്ങളൊക്കെ ജൂലൈ 1, 2022 ഈ റീസണിൻ്റെ പുറത്താണ് അവനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ടെർമിനേറ്റ് ചെയ്യുന്നത്. ടെർമിനേറ്റ് ചെയ്ത് അന്നൊക്കെ അവൻ അവിടെ നിന്ന് കയറ്റി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ അതിൻ്റെ ഒരു ദേഷ്യം ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്തിട്ട് 5-6 ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ജോയിൻ ആയിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാണ്ടിക്കാട് നിന്നും കോട്ടയ്ക്കൽ വഴി ചാവക്കാടേക്കും അവിടെ നിന്നും കൊല്ലത്തേക്കുമാണ് കൊണ്ടുപോയത്. വാഹനത്തിൽ വെച്ച് മർദ്ദിച്ചിരുന്നു. ഭക്ഷണവും വെള്ളവും തന്നു. തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. പോലീസ് കൃത്യസമയത്ത് എത്തിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അവർക്ക് ഒരു 1-2 കാര്യങ്ങൾ ആ ഒരു ജസ്റ്റ് കേസ് വിഡ്രോ ചെയ്യണമെന്നായിരുന്നു. ദുബായിലുള്ള ആ കേസ് വിഡ്രോ ചെയ്യണമെന്നില്ലായിരുന്നു. പ്രതികൾക്കെതിരെ വധശ്രമം, കുറ്റകരമായ ഗൂഢാലോചന, തടങ്കലിൽ വെക്കൽ, സാമ്പത്തിക ലക്ഷ്യം വെച്ച് തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങൾക്കെതിരെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കുകയാണെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത് പറഞ്ഞു. കൂടുതൽ ആളുകൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം ഇവരെ കൂടാതെ കൂടുതലായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതും ഏത് കാരണം കൊണ്ടാണ് ഗൂഢാലോചനയ്ക്ക് കാരണമായത് എന്നുള്ള കാര്യവും അത് അന്വേഷിക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും നേതൃത്വം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കും.
ന്യൂസ് 18 മലപ്പുറം. മലപ്പുറത്ത് കവർച്ചാ സംഘങ്ങളും കൊട്ടേഷൻ ഇടപാടുകാരും ഭീതി വിതയ്ക്കുകയാണ്. പണവും സ്വർണവും ലക്ഷ്യമിട്ട് പൊതുസ്ഥലത്ത് പോലും കവർച്ച പതിവാകുന്നു. മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം കാർ യാത്രക്കാരെ ആക്രമിച്ച് തട്ടിയെടുത്തത് 2 കോടി രൂപയാണ്. സ്ഥലം വിറ്റ പണവുമായി കാറിൽ വരുമ്പോഴാണ് അറക്കൽ സ്വദേശി മുഹമ്മദ് ഹനീഫയെ കൊള്ളയടിച്ചത്. കാറിലെത്തിയ സംഘം വടിവാൾ ഉപയോഗിച്ച് വാഹനം തകർത്ത് പണം കവരുകയായിരുന്നുവെന്നാണ് പരാതി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പണം നഷ്ടപ്പെട്ട മുഹമ്മദ് ഹനീഫയുടെ വീട്ടിൽ താനൂർ ഡിവൈഎസ്പി നേരിട്ടെത്തി മൊഴിയെടുത്തു. സ്ഥലം വിറ്റ പണവുമായി കാറിൽ വരുമ്പോൾ 4 അംഗ സംഘം മാരകായുധങ്ങളുമായി കാർ അടിച്ചു തകർത്താണ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നത്. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. തിരൂരങ്ങാടി തെയ്യാനിക്കൽ ഹൈസ്കൂൾ പടിയിൽ വെച്ചാണ് പണം കവർന്നത്. അറക്കിൽ സ്വദേശി മുഹമ്മദ് ഹനീഫ, മുഹമ്മദ് അഷ്റഫ് എന്നിവരാണ് 1,95,00,000 രൂപയുമായി കാറിൽ സഞ്ചരിച്ചത്. മുഹമ്മദ് ഹനീഫയുടെ ഉടമസ്ഥതയിൽ കൊടിഞ്ഞിയിലുള്ള വസ്തുവിറ്റ പണമാണ് നഷ്ടമായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിനെ മറ്റൊരു കാറിലെത്തിയ സംഘം തടയുകയും വടികളും വാളും ഉപയോഗിച്ച് വാഹനം തകർത്ത് പണം കവരുകയുമായിരുന്നുവെന്നാണ് പരാതി. സ്ഥലത്തെത്തിയ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ട മുഹമ്മദ് ഹനീഫയുടെ വീട്ടിൽ താനൂർ ഡിവൈഎസ്പി നേരിട്ടെത്തി മൊഴിയെടുത്തു. ഇയാളുടെ കൂടെയുണ്ടായിരുന്ന മുഹമ്മദ് അഷ്റഫിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി ഒരു 9:30 കൂടിയിട്ട് കാറിൽ കൊണ്ടുപോയിരുന്ന 2 കോടിയുടെ അടുത്തുള്ള 7,50,000 കുറവുണ്ട്. ആ പൈസ നേരെ ഓപ്പോസിറ്റ് വന്ന കാറ് നിർത്തിയിട്ട് പൈസ 4 ബാഗിലായിരുന്നു. അത് എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയണത്. ആ സമയം അവർ 4 പേരുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ സ്റ്റീൽ പൈപ്പ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഈ കാറിൻ്റെ 4 ചില്ലും തകർത്തിട്ട് ആ സമയത്ത് ഈ പരാതിക്കാരൻ്റെ കൈക്ക് ചെറിയൊരു പോറലുണ്ട്. പൈസ പോയി എന്നാണ് പറയണത്. എന്തായാലും അത് കാര്യമായിട്ട് തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അക്രമത്തിൽ ഹനീഫയുടെ കൈക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഞെട്ടലിലാണ് നാട്ടുകാർ. പണം വാങ്ങിയതും മറ്റും കൃത്യമായി അറിയാവുന്ന ആളുകൾ തന്നെയാണ് കവർച്ചയ്ക്ക് പിന്നിലുള്ളതെന്നാണ് വിവരം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ന്യൂസ് 18 തിരൂർ. കുട്ടികളിൽ ജനാധിപത്യ ബോധം വളരാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കാനും സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പ് നല്ലതാണ്. എന്നാൽ വിദ്യാർത്ഥി സംഘടനകളും പുറമേ നിന്നുള്ള നേതാക്കളും പുതിയ തലമുറയ്ക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. സ്കൂൾ തെരഞ്ഞെടുപ്പുകൾ പോലും സംഘർഷത്തിൽ കലാശിക്കുന്ന കാഴ്ച. ബാലരാമപുരത്ത് സ്കൂൾ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്കും ഒരു പോലീസുകാരനും ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. SFI KSU സംഘർഷം തെരുവിലേക്ക് നീങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുകയായിരുന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകർ പ്രചരണ വാഹനം സ്കൂൾ പരിസരത്ത് കൊണ്ടുവന്നിരുന്നു. ഇരുചേരികളിലായി നിന്ന് SFIയും KSUവും മുദ്രാവാക്യം മുഴക്കി. ഫലപ്രഖ്യാപനം വന്ന് SFI വിജയിച്ചതോടെ പ്രചരണ വാഹനം KSUക്കാർ നിന്ന ഇടത്തേക്ക് കൊണ്ടുപോയി എന്നാരോപിച്ചായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. തുടർന്ന് ആഹ്ലാദ പ്രകടനം കയ്യാങ്കളിയിലെത്തി. വിവരമറിഞ്ഞെത്തിയ ബാലരാമപുരം പോലീസ് സംഘത്തിലുണ്ടായിരുന്ന അനിലിനാണ് പരിക്കേറ്റത്. തിക്കിലും തിരക്കിലും പെട്ട് കാലിന് പരിക്കേൽക്കുകയായിരുന്നു. അനിലിനെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SFI പ്രവർത്തകരായ സജീർ, സ്വരൂപ്, അഞ്ജിത്ത് എന്നീ വിദ്യാർത്ഥികൾക്ക് കല്ലേറിൽ പരിക്കേറ്റു. ഇവരും ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ട്രെയിനിലും റെയിൽവേ ട്രാക്കിലും അഭ്യാസ പ്രകടനം കാട്ടി റീൽസും ഫോട്ടോയും ഒക്കെ ചിത്രീകരിക്കുന്നവരുണ്ട്. സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാകുന്ന രീതിയിൽ റീൽസ് എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. റെയിൽവേ പോലീസിൻ്റെയും RPFിൻ്റെയും പിടി വീണാൽ പിന്നെ കേസും പൊല്ലാപ്പുമായി. കോഴിക്കോട് നഗരത്തിൽ റെയിൽവേ ട്രാക്കിൽ വീഡിയോ ചിത്രീകരണം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. ഏവിയേഷൻ വിദ്യാർത്ഥികളായ 8 പേർക്കെതിരെയാണ് റെയിൽവേ നിയമപ്രകാരം RPF കേസെടുത്തത്.
കഴിഞ്ഞ ദിവസമായിരുന്നു CH മേൽപ്പാലത്തിന് താഴെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ റെയിൽവേ ട്രാക്കിൽ ഫോട്ടോഷൂട്ട് നടത്തിയത്. ചിത്രീകരണം കണ്ട നാട്ടുകാർ പാളത്തിൽ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും യൂണിഫോമിലായിരുന്ന വിദ്യാർത്ഥികൾ മാറാൻ തയ്യാറായില്ല. ഒടുവിൽ നാട്ടുകാരിലൊരാൾ വീഡിയോ ചിത്രീകരിച്ചതോടെയാണ് ഇവർ പിന്മാറിയത്. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട RPF 8 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. ചിത്രീകരണത്തിൽ വിദ്യാർത്ഥികൾ സമൂഹമാധ്യമത്തിൽ ഖേദവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ ഭാഗത്ത് വിദ്യാർത്ഥികൾ റെയിൽപാളത്തിലൂടെ സ്കൂട്ടർ കയറ്റിയപ്പോൾ ട്രെയിൻ ഇടിച്ചിരുന്നു. ഇവിടെ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്നതിനാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മുതൽ വെസ്റ്റ് ഹിൽ വരെ പാളത്തിന് ഇരുഭാഗവും റെയിൽവേ സുരക്ഷാവേലിയും കെട്ടിയിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ധർമ്മസ്ഥലയിൽ SITയുടെ തുടർ നീക്കം ഇനി എന്തായിരിക്കും? ഒന്നാം ഘട്ട പരിശോധന അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ അപ്രതീക്ഷിത നടപടികളുണ്ടാകുമോ? തിരച്ചിൽ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കേസിൽ ഉൾപ്പെട്ടവരെ ചോദ്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടെന്നാണ് സൂചന. സർപ്രൈസ് സ്പോട്ടുകൾ ഉൾപ്പെടെ 17 ഇതുവരെയും മണ്ണുകുഴിച്ച് തിരച്ചിൽ നടത്തിയത്. എന്തെല്ലാം തെളിവുകൾ ലഭിച്ചു എന്നതിൽ ഇതുവരെയും SITയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക സ്ഥിരീകരണമില്ല. അതിനിടെ മലയാളി പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ടെന്ന് മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തി. കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കേസിലെ പ്രധാന സാക്ഷി പറഞ്ഞു. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ ന്യൂസ് 18 പുറത്തുവിട്ട വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് മുഖ്യ സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. മലയാളി പെൺകുട്ടിയെ ഉൾപ്പെടെ താൻ സംസ്കരിച്ചിട്ടുണ്ടെന്ന് ഓൺലൈൻ മാധ്യമമായ ദ ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിൽ തൊഴിലാളി പറഞ്ഞു. ബാഹുബലി ഹിൽസിന് സമീപമായിരുന്നു മൃതദേഹം മറവ് ചെയ്തത്. ഇവിടെ 20ഓളം മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. എന്നാൽ SITയുടെ നേതൃത്വത്തിൽ പരിശോധനയ്ക്കെത്തിയപ്പോൾ പ്രദേശത്ത് 4 അടിയിലധികം കല്ലും മണ്ണും നിക്ഷേപിച്ചതായി കണ്ടെത്തി. മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നതിന് ഇത് തടസ്സമായി. പ്രദേശത്ത് കൂടുതൽ പരിശോധന നടത്തണമെന്നും സാക്ഷി ആവശ്യപ്പെട്ടു. ದೇಶಕ್ಕೆ ಎತ್ತರದಿಂದ ಹೋಗಿ ಅಲ್ಲಿ ಕ್ಯಾನ್ಸ್ಫಾರಂ ಎಲ್ಲ ಹಾಕಿದ್ದಾರೆ. ಮತ್ತೆ ಅಲ್ಲಿ ಕ್ಯಾನ್ಸ್ಫಾರಂ ಬಿದ್ದೋಗ್ತದೆ ಅಂತ ಹೇಳಿ ಸ್ವಲ್ಪ ಮಣ್ಣು ತೆಗೆಯೋದು ಬಾಕಿ ಆಗಿತ್ತು. ಅದು ಗ್ಯಾಸ್ ಎಲ್ಲ ತೆಗೆಸಿ ಸುತ್ತವಾಗಿ ತೆಗೆಸಿದ್ರೆ ಅದು ಸಿಕ್ಕಿತ್ತು. ಮತ್ತೆ ಇನ್ನು ಗೋಮಟ ಬೆಟ್ಟದಲ್ಲಿ ಒಂದು 10-20 ಹಾಕಿ ಉಂಟು. ಇನ್ನು ಕೆಲವು ಈಗ ನೋಡಿ ಕೇರಳ ಹೆಂಗ್ಸ್ ಒಂದು ಮಣ್ಣು ಮಾಡಿದಂತು. ಅಲ್ಲಿ ಹೋಗಿ ನೋಡಿದ್ವಿ ಬಂಡೆಕಲ್ಲು ಮುಚ್ಚಿ ಹೋಗಿದೆ. ಆ ಬಂಡೆಕಲ್ಲು 4 ಫೀಟ್ ಮೇಲೆ ಇತ್ತು. ಈಗ ಬಂಡೆಕಲ್ಲು ಮಣ್ಣು ಮುಚ್ಚಿದೆ, ಅಲ್ಲಿ ಮಣ್ಣು ಸುರಿದಿದ್ದಾರೆ. ಕಲ್ಲೇರಿ ಪೆಟ್ರೋಲ್ ಬಂಕಲ್ಲಿ ಒಂದು ಚಿಕ್ಕ ಹುಡುಗಿ, ಒಂದು 15 ವರ್ಷದ ಹುಡುಗಿ, ಆ ಹುಡುಗಿಯ ಶವವನ್ನು ಹುಡುಕಿ ಹೋದ್ರೆ ನಾನಾಗ ಹೋಗುವಾಗ ನಾವು ಊಟಕ್ಕೆ ಹೋಗ ನಮ್ಮನ್ನು ಜೀಪಲ್ಲಿ ಬಾಡಿ ಜೀಪಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗಿದ್ದು. കല്ലേരി പെട്രോൾ പമ്പിന് സമീപം വനമേഖലയിൽ 15 വയസ്സുള്ള പെൺകുട്ടിയെ മറവ് ചെയ്തതായും സാക്ഷി വെളിപ്പെടുത്തി. എന്നാൽ പ്രദേശത്ത് വലിയ മരങ്ങൾ വളർന്ന് ഭൂപ്രകൃതിയാകെ മാറിയിട്ടുണ്ടെന്നും അഭിമുഖത്തിൽ പറയുന്നു. നേത്രാവതി പുഴയോട് ചേർന്നുള്ള സ്നാനഘട്ടിയിൽ 70ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ റോഡ് നിർമ്മാണത്തിനായും മറ്റും മണ്ണ് നിക്ഷേപിച്ചത് കാരണം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല. ഇനിയും കൂടുതൽ സ്പോട്ടുകളിൽ പരിശോധന നടത്താനുണ്ടെന്നും ഇയാൾ പറയുന്നു. ലോഡ്ജിലെ റൂം ബോയ്മാരും മാനേജർമാരുമാണ് മൃതദേഹം തന്റെ അടുക്കൽ എത്തിച്ചത്. ഇവരുടെ പേരുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കോടതിയിൽ രഹസ്യമൊഴിയായി നൽകിയിട്ടുണ്ട്. SIT അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തനാണെന്നും സാക്ഷി പറയുന്നു. അതേസമയം കേസിൽ SITയുടെ തുടർ നീക്കം ഇനി എന്ത് എന്നതാണ് പ്രധാനം. ഒന്നാം ഘട്ട പരിശോധന അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ അപ്രതീക്ഷിത നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. സാക്ഷിയുടെ മൊഴിപ്രകാരം കേസിൽ ഉൾപ്പെട്ടവരെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടന്നിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി കോടതിയെ ധരിപ്പിക്കാനാണ് SITയുടെ നീക്കം. അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം SITയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. പോയിന്റ് 6ലും
11 ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലവും ഇതിൽ വഴിത്തിരിവാകും. ഇത് സംബന്ധിച്ച അന്വേഷണ പുരോഗതി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ശനിയാഴ്ച നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കുവെക്കുമെന്നാണ് സൂചന. അതേസമയം സാക്ഷികളായും തിരോധാന പരാതികളുമായും നിരവധി പേരാണ് ഓരോ ദിവസവും SITക്ക് മുന്നിലെത്തുന്നത്. ജൂലൈ 3 മുൻ ശുചീകരണ തൊഴിലാളി ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 100ഓളം പേരുടെ മൃതദേഹം കുഴിച്ചുമൂടിയിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നത്. ജൂലൈ 4 ധർമ്മസ്ഥല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ജൂലൈ 19 പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറുകയായിരുന്നു. KV ബൈജു, ന്യൂസ് 18, ധർമ്മസ്ഥല. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസാണ് പോലീസ് പെട്രോളിംഗ് പരിശോധിക്കുന്നത്. കൊടയാൽ സ്വദേശി സന്ദീപിനെയാണ് 5-അംഗ സംഘം കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സഹോദരനെ തേടിയെത്തിയവരാണ് സന്ദീപിനെ ആക്രമിച്ചതെന്നാണ് വിവരം. മുൻ വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്നും സൂചനയുണ്ട്. കേസിൽ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. വൈകിട്ട് കുന്നത്തുകാലിലായിരുന്നു സംഭവം. കുടയാൽ സ്വദേശി സന്ദീപ് എന്ന 25-കാരനാണ് ആക്രമണത്തിനിരയായത്. കുന്നത്തുകാൽ എള്ളുവിള സ്വദേശി ഉൾപ്പെടെ 5-അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. സംഭവത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ: ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാനാതിർത്തിയിലെ കന്നിമാമൂട്ടിൽ വെച്ച് സന്ദീപിന്റെ സഹോദരൻ സഞ്ജീവും ഒരു വിഭാഗം ആൾക്കാരുമായി അടിപിടി നടന്നിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ വെള്ളറ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. സഞ്ജീവിനെ തേടിയാണ് 5-അംഗ സംഘം കാറിലും ബൈക്കിലുമായി കുടയാലിലെത്തിയത്. ഈ സമയം വീട്ടിലുണ്ടായിരുന്ന സന്ദീപിന് നേരെ സംഘം ആക്രമണം നടത്തുകയായിരുന്നു. പരിക്കേറ്റ സന്ദീപിനെ പാറശാല താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെക്കുറിച്ച് പരാതി ലഭിച്ചിട്ടില്ലെന്നും പരാതി ലഭിക്കുന്ന മുറയ്ക്ക് നടപടി കൈക്കൊള്ളുമെന്നും വെള്ളറ പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കേരളത്തിലെ ചെറിയ കടകളുടെ മറവിൽ പോലും ലഹരി കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട്. പോലീസിനെയും എക്സൈസിനെയും വെട്ടിച്ച് ഇങ്ങനെ പാൻ മസാല കച്ചവടം നടത്തിയ ചായക്കടക്കാരന് പിടിവീണു. കണ്ണൂർ പയ്യന്നൂരിലാണ് ചായക്കടയുടെ മറവിൽ പാൻ മസാല ഇടപാട് നടന്നത്. കേസിൽ പയ്യന്നൂർ സ്വദേശി മുഹമ്മദ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടുക്കളയിലെ വേസ്റ്റ് പാത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് പാൻ മസാല പാക്കറ്റുകൾ കണ്ടെത്തിയത്. ചായക്കട പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ അടുക്കളയിൽ ഒളിപ്പിച്ച നിലയിലാണ് പാൻ മസാല ശേഖരം കണ്ടെത്തിയത്. നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് വിൽപ്പന നടത്തുന്നുണ്ടോ എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആഴ്ചകൾ മുൻപേ തന്നെ ഇയാളെ താക്കീത് ചെയ്തിരുന്നു. പിന്നീടും പാൻ മസാല കച്ചവടം തുടർന്നതോടെയാണ് വാർഡ് മെമ്പർ PV സുഭാഷിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. അടുക്കളയിലെ വേസ്റ്റ് പാത്രത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് പാൻ മസാല പാക്കറ്റുകൾ കണ്ടെത്തിയത്. മുൻപ് ചായക്കട നടത്തിയിരുന്ന സ്ഥലത്തും ഇയാൾ പാൻ മസാല കച്ചവടം നടത്തിയതോടെ കട പൂട്ടിക്കുകയായിരുന്നു. തുടർന്നാണ് കാറമേൽ പുതിയങ്കാവ് റോഡിൽ ഇയാൾ കട ആരംഭിച്ചത്. പയ്യന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ CM മഹേഷ് സ്ഥലത്തെത്തി മുഹമ്മദ് അലിയെ കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 പയ്യന്നൂർ. എന്തൊരു നെറികേടാണിത്! പ്രതിഷേധിച്ചാലോ പരാതി പറഞ്ഞാലോ കേസ്. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് വിഷമം പറയാൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ്. മലപ്പുറം മഞ്ചേരിയിൽ മന്ത്രി വീണ ജോർജിനോട് 2 മാസമായി വേതനം ലഭിക്കാത്ത കാര്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. സംഘം ചേർന്ന് കലാപത്തിന് ശ്രമം നടത്തിയെന്ന് പറഞ്ഞാണ്
പോലീസിൻ്റെ വിചിത്ര നടപടി. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയ മന്ത്രിയോട് സങ്കടം പറഞ്ഞ താൽക്കാലിക ജീവനക്കാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ ചൊവ്വാഴ്ചയാണ് മന്ത്രി വീണ ജോർജ് എത്തിയത്. ഉദ്ഘാടന ശേഷം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നിപ്പ അതിജീവിതയെ സന്ദർശിച്ചു മടങ്ങുമ്പോഴാണ് HDSന് കീഴിൽ ജോലി ചെയ്യുന്ന ശുചീകരണ തൊഴിലാളികൾ മന്ത്രിയോട് 2 മാസമായി വേതനം ലഭിക്കുന്നില്ലെന്ന പരാതി പറഞ്ഞത്. ജീവനക്കാർ മന്ത്രിയെ കാണുന്നത് CPM നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു. ആശുപത്രി വാർഡിന്റെ വരാന്തയിൽ വെച്ചും ജീവനക്കാരുടെ പ്രതിനിധികളുമായി ചിലർ വേതനം ലഭിക്കാത്തതിന്റെ വിഷമം മന്ത്രിയെ ധരിപ്പിച്ചു. ചിലർ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ കരഞ്ഞു പറഞ്ഞു. ശുചീകരണ തൊഴിലാളികളാണ് ആദ്യം മന്ത്രിയെ കണ്ടത്. പിന്നാലെ നഴ്സുമാരും നഴ്സിംഗ് അസിസ്റ്റന്റ്മാരും സങ്കടവുമായി എത്തി. മന്ത്രി വേഗത്തിൽ പോകാൻ ഒരുങ്ങിയതോടെ മന്ത്രിയെ കാണണമെന്ന ആവശ്യവുമായി ജീവനക്കാർ ബഹളം വെച്ചു. ഇതോടെ ജീവനക്കാരെ തടയുന്ന രീതിയിൽ CPM പ്രവർത്തകരും രംഗത്തെത്തി. പിന്നാലെ മടങ്ങാൻ തുടങ്ങിയ മന്ത്രിക്ക് പിന്നാലെ ജീവനക്കാർ ഓടിയെങ്കിലും സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല. ഈ സംഭവമാണിപ്പോൾ ജീവനക്കാർക്കെതിരെയുള്ള കേസിലേക്ക് എത്തിച്ചത്. നിയമവിരുദ്ധമായി സംഘം ചേരൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പ്രിൻസിപ്പൽ ഡോക്ടർ KK അനിൽ രാജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ടാലറിയാവുന്ന താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തത്. ജീവനക്കാർ കൂട്ടമായി എത്തി ബഹളം വെക്കുകയും സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ സംഘർഷ സാധ്യത ഉണ്ടാക്കിയെന്നുമാണ് FIR. ന്യൂസ് 18 മലപ്പുറം. തലസ്ഥാന നഗരത്തിൽ ആഡംബര വീടിൻ്റെ നിർമ്മാണം മുതൽ അനധികൃത സ്വത്ത് സമ്പാദനം വരെയുണ്ട്. എന്നാൽ ADGP MR അജിത് കുമാർ ആൾ നല്ല മര്യാദക്കാരനാണ് കേട്ടോ. പൊതുജനം വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ ഭരണകൂടം ആളെ സംരക്ഷിക്കാനുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയാണ് തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിലെന്നാണ് വിജിലൻസ് നൽകിയ മൊഴിയിൽ അജിത് കുമാറിൻ്റെ വാദം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം PV അൻവറുമായി അനുനയ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്യാത്തതിലുള്ള വിരോധമാണ് PV അൻവറിനെന്നും MR അജിത് കുമാർ മൊഴിയിൽ ആരോപിക്കുന്നു. വിജിലൻസ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ MR അജിത് കുമാർ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. ഇന്നലെ അജിത് കുമാറിനെതിരെ ഉള്ള ആരോപണത്തിൽ വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ആ വിജിലൻസ് കോടതിക്ക് മുമ്പാകെ വന്ന മൊഴിപ്പകർപ്പാണ് ഇന്ന് പുറത്തു വന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് PV അൻവർ, മുൻ MLA നിലമ്പൂർ MLA PV അൻവറിനെതിരെയാണ്. അൻവർ വഴിവിട്ട പല കാര്യങ്ങളും ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടു. അത് ചെയ്യാത്തുള്ള പക കാരണമാണ് തനിക്കെതിരെ വ്യാജ പരാതികൾ ഉന്നയിച്ചത്. മാത്രമല്ല ഈ PV അൻവറിന് തന്റെ വകുപ്പിൽ നിന്ന് വലിയ സഹായങ്ങൾ, തനിക്ക് ഉയർന്ന പദവികൾ ലഭിക്കുകയും പ്രമോഷൻ അടക്കം ലഭിക്കുക തടയുന്നതിന് വേണ്ടി വലിയ ഗൂഢാലോചന ഉദ്യോഗസ്ഥലത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് തനിക്കെതിരെ വ്യാജവും യഥാർത്ഥവുമായ പല രേഖകളും PV അൻവർ നൽകിയതെന്നും ഈ മൊഴിയിൽ അജിത് കുമാർ വ്യക്തമാക്കുന്നു. ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിൽ PV അൻവറിന്റെ ഇടപെടലും വ്യക്തമായി തന്നെ അജിത് കുമാർ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം PV അൻവറുമായി താൻ സംസാരിച്ചിരുന്നു, പ്രശ്നപരിഹാരത്തിന് ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷവും കൂടുതൽ തെറ്റായ ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിക്കുകയായിരുന്നു. തനിക്കെതിരെ ഉയർന്ന അനധികൃത സ്വത്ത് ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഈ മൊഴിയിൽ അജിത് കുമാർ ചെയ്യുന്നത്. എല്ലാം നിയമാനുസൃതമായ ഇടപാടുകളും രേഖകളുമുണ്ട്, ബാങ്ക് രേഖകൾ അടക്കമുണ്ട്. ആ രീതിയിൽ മാത്രമേ തന്റെ വീടും വസ്തുവും വാങ്ങിയിട്ടുള്ളൂ എന്നാണ് അജിത് കുമാർ വ്യക്തമാക്കുന്നത്.
ഒരിടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം മാറനല്ലൂരിൽ വീണ്ടും മോഷണ പരമ്പര. മാവേലി സ്റ്റോർ ഉൾപ്പെടെ 4 കടകളിലും വീട്ടിലും മോഷണം നടന്നു. ആളില്ലാത്ത അടച്ചിട്ട വീട്ടിൽ നിന്ന് സ്വർണം ഉൾപ്പെടെ കവർന്നെന്നാണ് വിവരം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 1 വർഷം മുൻപ് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് 12 വീടുകളിലാണ് കവർച്ച നടന്നത്. മോഷണം തുടർക്കഥയായതോടെ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. മാറനല്ലൂർ ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാവേലി സ്റ്റോർ ഉൾപ്പെടെ 4 കടകളിലും വീട്ടിലുമാണ് മോഷണം നടന്നത്. മാവേലി സ്റ്റോറിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിൽപ്പന നടത്തിയ വകയിൽ കിട്ടിയ 18,000 രൂപ നഷ്ടമായി. സമീപത്തെ കടകളിൽ നിന്നും പണം കവർന്നിട്ടുണ്ട്. മുതലാരിയോട് സ്വദേശി ചന്ദ്രന്റെ വീട് കുത്തി തുറന്ന് മോഷണം നടത്തി. ചന്ദ്രൻ ഏറെ നാളായി ബംഗളൂരുവിൽ മക്കളോടൊപ്പമാണ് താമസം. സ്വർണം ഉൾപ്പെടെയുള്ളവ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടുകാർ തിരികെ എത്തിയാലേ എന്തൊക്കെ നഷ്ടമായിട്ടുണ്ടെന്ന് വ്യക്തമാകൂ. ഒരു വർഷം മുമ്പ് പ്രദേശത്തെ 25ഓളം വീടുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന റബ്ബർ ഷീറ്റുകൾ മോഷണം പോയിരുന്നു. മാറനല്ലൂർ റസൽപുരം കേന്ദ്രീകരിച്ച് 12 വീടുകളിൽ നിന്ന് സ്വർണം ഉൾപ്പെടെ നഷ്ടമാവുകയും ചെയ്തു. ഈ കേസുകളിൽ അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വ്യാപക മോഷണം നടന്നത് പ്രദേശത്ത് ആശങ്ക പരത്തുന്നുണ്ട്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി മാറനല്ലൂർ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മിണ്ടാ പ്രാണികളോട് പോലും ക്രൂരത കാട്ടുന്ന മനസാക്ഷിയില്ലാത്തവരുണ്ട് നമ്മുടെ നാട്ടിൽ. പാലക്കാട് ഒറ്റപ്പാലത്ത് പശുക്കൾക്ക് നേരെയുണ്ടായ ആക്രമണം കരളലിയിപ്പിക്കുന്നതാണ്. വരോട് സ്വദേശി ഹരിദാസന്റെ 3 പശുക്കൾക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. 3 പശുക്കളുടെയും ജനനേന്ദ്രിയത്തിൽ മുറിവുകളുണ്ട്. വീട്ടുകാർ നൽകിയ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. എന്നാൽ സംഭവത്തിന് പിന്നിലെ ആരെന്ന് വ്യക്തമല്ല. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് സംഭവം. സമീപത്തെ പറമ്പിൽ മേയാൻ വിട്ട പശുക്കൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വന്ന ഹരിദാസൻ തിരിച്ച് പശുക്കളുടെ അടുത്ത് പോയപ്പോൾ പശുക്കളെ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒരു പശുവിനെ തേക്കിൽ കെട്ടിയിട്ട നിലയിൽ കണ്ടെത്തി. മറ്റൊന്നിനെ കാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത്. ഒരു പശു കയർ പൊട്ടിച്ച് വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. തൊഴുത്തിൽ കെട്ടിയ പശുക്കൾ പിടയുന്നത് കണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് 3 പശുക്കളിൽ നിന്നും രക്തസ്രാവമുള്ളത് കണ്ടത്. മൃഗഡോക്ടറെ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ പശുക്കളുടെ ആന്തരികാവയവങ്ങൾക്ക് മുറിവുള്ളതായി കണ്ടെത്തി. 3 പശുക്കളുടെയും ജനനേന്ദ്രിയത്തിൽ മുറിവുകളുണ്ട്. ഹരിദാസൻ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. നാൽക്കാലികളോട് ക്രൂരത കാട്ടിയവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ആനപ്പല്ലുകളും കടുവാപ്പല്ലുമായി ആദിവാസി സംഘം നെയ്യാറ്റിൻകര ആറാട്ടുകുഴിയിൽ അറസ്റ്റിൽ. തമിഴ്നാട് പേച്ചിപ്പാറ സ്വദേശി ഷാജഹാൻ, മൊതിരമലൈ സ്വദേശികളായ വിശ്വംഭരൻ, കുട്ടപ്പൻ, നാഗപ്പൻ എന്നിവരാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. ധൻബാദ് ആലപ്പുഴ ട്രെയിനിന്റെ ശുചിമുറിയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം. ശുചിമുറിയിലെ വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കണ്ണൂരിൽ മുസ്ലിം ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റ് 13 വർഷമായി കിടപ്പിലായിരുന്ന CPM പ്രവർത്തകൻ മരിച്ചു. 2012 ഫെബ്രുവരി 21 ആക്രമിക്കപ്പെട്ട കണ്ണൂർ അരിയിലെ വള്ളേരി മോഹനാണ് മരിച്ചത്. പട്ടാമ്പി കൊപ്പം പ്രഭാപുരത്ത് തോട്ടത്തിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രഭാപുരം വെള്ളാഞ്ചേരി കുന്നത്ത് വീട്ടിൽ ഗിരീഷാണ് മരിച്ചത്. പട്ടാമ്പി കൊടുമുണ്ടയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയിരുന്നയാൾ പിടിയിൽ. പെരുമുടിയൂർ കരിയത്തോട്ടത്തിൽ ഷാജുവാണ് 4 ലിറ്റർ മദ്യവുമായി പിടിയിലായത്. മക്കൾ എത്ര വലുതായാലും മാതാപിതാക്കൾക്ക് അവരെന്നും കുട്ടികളാണല്ലേ. അതുകൊണ്ട് തന്നെ മക്കളോട് പ്രത്യേക വാത്സല്യവും കരുതലുമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടെ ശരീരഘടനയിലും സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും.
വീട്ടുകാരെക്കാൾ കൂട്ടുകാരോടായിരിക്കും അടുപ്പം കൂടുതലും. എന്നാൽ മാതാപിതാക്കൾ മക്കളെ കൃത്യമായി നിരീക്ഷിക്കണം. കുട്ടികളുടെ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ നോക്കുകയും അവരെ പരിഗണിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം വീടുകളിൽ ഉണ്ടാകണം. കൗമാരക്കാരായ മക്കൾ ലഹരിക്ക് അടിമയാണെന്നും ഒരു പ്രണയബന്ധമുണ്ടെന്നും അറിഞ്ഞാൽ പൊട്ടിത്തെറിക്കുകയല്ല, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും തിരുത്തുകയുമാണ് ചെയ്യേണ്ടത്. ഇനി അവർ അക്രമാസക്തരാകുന്ന സാഹചര്യമുണ്ടായാൽ പോലീസിനെ അറിയിക്കുക. അല്ലാതെ നാണക്കേട് കാരണം ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും കേട്ടോ. മാതാപിതാക്കളെ ആശങ്കപ്പെടുത്താൻ പറയുന്നതല്ല ഇത്, ഒരു മുന്നറിയിപ്പായി ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.